ഗ്യാസ് പൊട്ടിത്തെറിച്ച് യുവതി മരിച്ച സംഭവം ദുരൂഹതയില്ലെന്ന് പോലീസ്. ആഹാ, അപ്പൊ ഇതേ പോലീസല്ലെന്ന് അസ്വാഭാവിക മരണമെന്നും പറഞ്ഞ് കേസെടുത്തേ. ദുരൂഹതയില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അസ്വാഭാവിക മരണമല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവന്മാർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങി കേസ് മുക്കി കാണൂടാ. എടാ സുരേ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാടാ? ആകാശനാൾ സുരണ്ണ അറിയാത്തൊരു കാര്യമില്ല മെമ്പറേ. ഇല്ല സുരണ്ണ മെമ്പറേ, മരിക്കാൻ ഒരാൾ സ്വയം തീരുമാനിച്ചാൽ അത് ചെയ്യാനുള്ള അയാളുടെ ധൈര്യത്തിന് വെറും സെക്കൻഡുകളുടെ ആയുസ്സും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ആലോചിക്കാൻ അയാൾക്ക് സമയം കിട്ടിയാൽ അവരൊരിക്കലും അത് ചെയ്യത്തില്ല. അതാണ് സൈക്കോളജിക്കൽ ഒരു മൂവ് എന്ന് പറയുന്നത്. ഓഹോ, ഇപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് മരിച്ചതെങ്കിൽ ആ മുറിയിൽ മുഴുവൻ ഗ്യാസ് പരന്നിരിക്കണം. അതുമല്ല, ഗ്യാസ് നേരത്തെ ഓൺ ചെയ്ത് വെച്ചാണ് ആ മുറിയിൽ ഗ്യാസ് പരന്നതെങ്കിൽ അതിനൊടുക്കും ഒരു 3-4 മിനിറ്റ്. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? അല്ല, ഈ 3-4 മിനിറ്റ് ഒക്കെ കാത്തു നിന്ന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓ, നീ അങ്ങനെ ബുദ്ധിമുട്ടി വിശ്വസിക്കണ്ടടാ. എടാ സുരേ, ഈ വേണ്ടാത്തരത്തൊക്കെ അഭിപ്രായം പറഞ്ഞ് സ്വയം നാർന്ന നിനക്ക് പറ്റിയ പണി ഏതെങ്കിലും ന്യൂസ് ചാനല ഒന്ന് ശ്രമിച്ചൂടെ? അവർക്ക് നീ ഒരു അസറ്റ് ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും സുരേഷിന്റെ തള്ളു കേട്ടോണ്ടിരിക്കാൻ ഒരു രസമാണ്. അതുകൊണ്ടാണല്ലോ തള്ളുസുര എന്ന പേര് വീണത്. നമ്മളിവിടെ നിന്നൊന്നും പറയുന്നില്ലേ. വിവരമില്ലാത്ത നാട്ടുകാര് ശമ്പളം കിട്ടട്ടെ. കാശ് തരാനിക്കുള്ള എന്തേലും പണി അവൻ ഒപ്പിക്കും. അല്ലടാ സുധി? ഓ, ചായയുടെ കാശ് തരാതിരിക്കാൻ വേണ്ടി സുരേഷിന്റെ പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതല്ലേലും തരാൻ സുരേഷിന്റെ കയ്യിലില്ലല്ലോ. എന്റെ പണ്ടയില്ലല്ലോ. എടാ സുരേ, ഈ വാലിൽ കൂടെ കൊണ്ടുപോകണം. ഓരോരോ ജന്മങ്ങളെ. ഇതെങ്ങോട്ട് എത്ര അറിഞ്ഞതായിട്ട് വൈകിയടാ, താമസിച്ച് ചെന്നാലേ പള്ളിപ്പാണ്ട വായിരിക്കുന്നു മൊത്തം കേൾക്കും. പോരാതെ ഇന്നലെ ലീവ് എടുത്ത് എന്റെ തെറി വേറെ. ഓ, നീ വൈകിന്ന് പറഞ്ഞ പള്ളിപ്പാടം നിന്നെ കൊല്ലത്തൊന്നുമില്ലല്ലോ. അയാളുടെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ദേഷ്യം വന്നാലേ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ എന്റെ കാര്യം പോക്കാം. നീ അയാളെത്ര പിടിച്ചെന്നെ അവിടെ ജോലിക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? അതിന് അയാൾ തരുന്ന കാശ് ആര് തരാനാ? നോക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. ആദ്യമേ നിങ്ങൾ രണ്ടും പണിക്ക് പോകാൻ നോക്കാം, എന്നിട്ടാവാം എന്റെ ജോലിയുടെ കാര്യം. അതെന്ത് പറഞ്ഞാ സുരണ്ണ പറഞ്ഞേ? നമ്മൾ 2 മണിക്ക് പോകാനാ? നമ്മളല്ല, നീ. അല്ല, ഇന്നലെ എന്താ ലീവായിരുന്നു? ഓ, മോക്ക് പനിയാടാ, തീരെ വയ്യായിരുന്നു. നല്ല പനി? യു മീൻ ഗുഡ് ഫീവർ? എന്റെ മഹാനെ, ഒന്നും മിണ്ടാതിരിക്കും. ലീലേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തള്ളാണെന്ന് പറയരുത്. എന്താടാ? ഇത്രയും വയസ്സുള്ള 2 കുട്ടികളുടെ തള്ളയാണെന്ന് നിന്നെ കണ്ടാ പറയാം കേട്ടോ. കൊണ്ടാ പറയുവോ നീ? എന്റെ അല്ല, എന്റെ കെട്ടിയോന്റെ 2 കൊണ്ടാ നീ പറയുവോന്ന്? ഞാൻ ആരോടും പറയില്ല. നീ ആരോടും പറയരുത്. പിന്നെ എന്താ? നിന്റെ കെട്ടിയും ഭാഗ്യമുള്ളവനാണ് കേട്ടോ. നീ ജോലിക്ക് പോകുന്നു, അപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ച് തടിച്ച് കൊഴുത്ത് അരവിന്ദ സ്വാമി പോലെ ഇരിക്കുന്നു. എന്നിട്ട് ഡെയിലി അടിയില്ല. ഇപ്പോഴും അടിക്കോ? കുടിക്കുമ്പോ മാത്രം. അത് സാരല്ലോ, കുഴപ്പമില്ല. എന്നും കുടിക്കുമെന്നേ ഉള്ളൂ. അപ്പൊ ഡെയിലി അടിയോ? വി ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. എന്താ? പള്ളിപ്പാടന്റെ വീടെത്തി. ഓ, അതായിരുന്നാ? കാണോ? ശരി ശരി. എന്റെ ബുക്കറ്റി ഭാഷ സമയം ടീച്ചർ തുണിയും എടുത്തലയ്ക്കും. സാറ് കണ്ടോ? അത് മതി. ടീച്ചറെ ഇങ്ങോട്ടോ, ഞാൻ എത്തിയോ? ഇച്ചിരി താമസിച്ചു പോയി. ഓളെ സ്കൂളിൽ വിടണമായിരുന്നു. അല്ല, മോക്ക് പനിയാന്ന് പറഞ്ഞിട്ട് നീ സ്കൂളിൽ വിട്ടോ? ഓ, ഇപ്പൊ കുഴപ്പമില്ല. വെറുതെ എന്തിനാ ഒരു ക്ലാസ് കളിയെന്ന് ഓർത്തു. നിർത്താൻ. എന്താ രവി? പറമ്പൂത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ടീം സ്ഥലം കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തീർത്തേക്കാം. ഇത് ആ പുള്ളിയുടെ സ്ഥലമാണോ? അങ്ങനത്തെ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ എനിക്ക് തലയ്ക്കോളമല്ലേ. പുള്ളിക്കാരൻ മട്ട പാവം സംസാരം കണ്ടപ്പോ അങ്ങനെ തോന്നി. അയാൾക്ക് ഈ മൈഗ്രെയിൻ്റെ ചെറിയ കുഴപ്പമുണ്ടേ. അപ്പോൾ ഒരു പരിധിക്ക് മേലുള്ള സൗണ്ടൊന്നും അയാൾക്ക് കേൾക്കാൻ പാടില്ല. പെട്ടെന്ന് ദേഷ്യം. അപ്പൊ ഇങ്ങനെ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്യുന്നത്? ആശാരി പോലെ ആരാച്ചാരി വരെയുള്ള എല്ലാ പണിയും ആളെടുക്കും. തലയിൽ നല്ല മൂളമുള്ള ഐറ്റാ. നമ്മുടെ ലീഡിങ് ക്രിമിനൽ ലോയർ തോമസ് സാറില്ലേ, അയാളുടെ ഗുമസ്തനായിരുന്നു. ഇപ്പൊ 4-5 മാസമായിട്ട് പണിക്കൊന്നും പോകാറില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാ. എന്നാ വലിയ വീടാ വെച്ചേക്കുന്നേ. ഈ ഗുമസ്തം പണിക്ക് പോയി ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ അയാളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന. അല്ല, വിശേഷം കേട്ടോണ്ടിരിക്കാതെ പണിയെടുക്ക്. എനിക്ക് വൈകുന്നേരം പാർട്ടി മീറ്റിംഗ് ഉള്ള. ശരി ശരി.
ജിമ്മി ജിമ്മി ഇവനിതോടെ പോയി. എന്താ രവി? നമ്മുടെ ജിമ്മിനെ കാണാനില്ല നീ. ആണോ? അവനോട് പോയി. രാത്രി വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാലത്ത് ഫുഡ് കൊണ്ടുപോയപ്പം അവനെ കാണാനില്ല. എവിടെ പോയെന്തോ. ഓ, അവനെവിടെ പോവാനാ? അവനങ്ങ് വന്നോളൂ. വന്നാ മതിയായിരുന്നു. അതൊക്കെ വരുവാടാ. എന്നാലും ഇവനെ പെട്ട ജിമ്മി ജിമ്മി രാത്രി വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാലത്ത് ഫുഡ് കൊണ്ടുപോയപ്പം അവനെ കാണാനില്ല. എവിടെ പോയെന്തോ. കബീർ എന്തിടാ? മേളിലുണ്ട്. വാ. പള്ളിപ്പാടം പറഞ്ഞുകൊണ്ട് മാത്ര ഞാൻ ഈ മീറ്റിങ്ങിന് സമ്മതിച്ചത്. ഇല്ലെങ്കിൽ മൈക്കിളെ, നിന്നെ നിന്റെ പിള്ളേരെ ഞാൻ പുതപ്പിച്ച് കിടത്തിയനെ. അങ്ങനെ ഒന്ന് നീ ചിന്തിച്ച് തീരുമ്പോഴേക്കും കബീറെ നിന്റെ കബർ ഞാൻ വെട്ടിയിരിക്കും. 4 കോടി എനിക്ക് നഷ്ടം. മൈക്കിളെ, നീ ഒറ്റാതെ കസ്റ്റംസാറിന്റെ ചരക്ക് പിടിക്കില്ല, അതെനിക്ക് ഉറപ്പാ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു ഒറ്റിയത് ഞാനല്ലെന്ന്. എവിടുന്നോ കിട്ടിയ റോങ് ഇൻഫർമേഷൻ വെച്ച് എന്റെയും എന്റെ പിള്ളേരുടെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്യും. അത് നീ താങ്ങില്ല. ഉണ്ടാക്കൂടാ. വേണ്ടി വന്ന നിന്റെ തന്തക്കിട്ട് വരെ ഉണ്ടാക്കും. ഇതൊരു കോംപ്രമൈസ് മീറ്റാണ്, അല്ലാണ്ട് പരസ്പരം വെട്ടിക്കീറാൻ വന്നതല്ല. മര്യാദക്കാണെങ്കിൽ ഞാനിവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കി പോവും. മനസ്സിലാ? ആ സാറേ, ആളെ കിട്ടിയോ? ഉറപ്പാണ്? അവന്റെ നമ്പർ അയക്കേ. ഫോൺ എടുക്കടാ. ഫോൺ നിന്നോടാ. കബീറേ, മൈക്കിളല്ല, ഒറ്റുകാരൻ നിന്റെ കൂട്ടത്തിൽ തന്നെയാ. ഈ നാറിയാണ് നിനക്കെതിരെ ഇൻഫർമേഷൻ കൈമാറിയത്. കൂടെ കൊണ്ടുവന്ന് എനിക്കിട്ട് തന്നെ ഉണ്ടാക്കിയുള്ള പല മോനെ. എടുത്ത് റൂമിലേക്ക് പതിയെ പള്ളിപ്പാടാ. മൈക്കിളെ, സോറി. Say